CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധം തിരിച്ചടികൾ ഇങ്ങനെ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരുവന്നൂർ കള്ളപ്പണ കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തിരിച്ചടി. പരിശോധിക്കാം അല്ലേ? കരുവന്നൂർ കള്ളപ്പണ കേസിൽ നിയമക്കുരുക്കിലായ CPM പാർട്ടി അടക്കം കേസിലെ മുഴുവൻ പ്രതികൾക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ കോടതി തെളിവ് കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള 8 നേതാക്കൾ കഴിഞ്ഞ ദിവസം കലൂർ PMLA കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത്. നിഷയുണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നിഷ, വെരി ഗുഡ് മോർണിംഗ്. ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു ഈ സഖാക്കൾക്കുണ്ടായിരുന്നത്. കാരണം നിർണായക തെളിവുകളാണ് ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഈ പ്രതികൾക്കെതിരെ ഉള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിക്കാണാം, എന്തൊക്കെ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്? ഒപ്പം ഈ കേസിന്റെ അന്വേഷണം അത് എങ്ങനെയാണ് നിഷ നീളുന്നത്? അശ്വതി, അമൽ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പാർട്ടിയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നേതാക്കളും ഒക്കെ കൂടുതൽ കുരുക്കുകളിലേക്ക് പോവുകയാണ്. ഈ നേതാക്കൾക്കെതിരെയെല്ലാം തന്നെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കലൂർ PMLA കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കെ രാധാകൃഷ്ണൻ MP തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ കമ്മീഷൻ പണം സ്വീകരിക്കാൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2017 പൊറത്തുശ്ശേരിയിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി ഒരു പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള തീരുമാനം പാർട്ടി തലത്തിലെടുക്കുകയുമായിരുന്നു. ഇതിന് പണം കണ്ടെത്താനാണ് ഇത്തരത്തിൽ ഈ കമ്മീഷൻ തുക അടക്കം ഈ അനധികൃതമായ വായ്പ എടുക്കുന്നവരിൽ നിന്ന് കമ്മീഷൻ തുക അടക്കം സ്വീകരിക്കാനായി അക്കൗണ്ട് തുടങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM പാർട്ടി കേസിൽ AC മൊയ്തീനും രാധാകൃഷ്ണൻ MPയും അടക്കമുള്ള ആളുകൾ PMLA കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്ത സമയത്തും 68-ാം പ്രതിയായ ഈ CPI ഹാജരായി ജാമ്യമെടുക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് 18 പ്രതികൾ കൂടി കേസിൽ ഹാജരായി ജാമ്യമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ CPIM പാർട്ടി പിന്നെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. പാർട്ടിയിലെ സഖാക്കളും മുൻ MP ആണ്, അതുപോലെ തന്നെ മുൻ മന്ത്രിയുണ്ട്. അപ്പോൾ എല്ലാവരും 8 പേരും ഇപ്പോൾ ജാമ്യം ലഭിച്ചുവെങ്കിലും നിർണായക തെളിവുകളുണ്ട്. അപ്പോൾ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണം ഇനി എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്, ഒപ്പം എങ്ങനെയാണ് ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള എന്താ പറയുക കഷ്ടകാലം നൽകുന്നത്, അതൊക്കെ നോക്കിക്കാണണം. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഷാദിലി.